കർത്താവ് എനിക്ക് തന്ന ദർശനപ്രകാരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് ഈസ് യുവർ ഡേ ഓഫ് മിറക്കിൾ. ഇതൊന്നും എൻ്റെ അത്ഭുതത്തിൻ്റെ ദിവസം. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇത് നിങ്ങളുടെയാണ്? നമ്മുടെ വിശ്വാസം പോലാണ് നമുക്ക് ഭവിക്കുന്നത്. അങ്ങനെ വിശ്വാസം പോലെ ഭവിക്കണമെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കണം. രാജാവാണെങ്കിൽ അങ്ങേരെ ഡിക്രി എന്ന് പറയും, ഇംഗ്ലീഷിൽ കൽപ്പന പറയുക രാജാവ്. ഒരു ജഡ്ജും പുറപ്പെടുവിക്കുന്നതിൻ്റെ പേര് ഡിക്രി. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊരു രാജകുമാരനാ, ഒരു രാജകുമാരിയാ. നിങ്ങളൊരു കാര്യം കൽപ്പിച്ചാൽ അങ്ങനെ സ്ഥാപിതമാകും. എത്ര കുറച്ച് വിശ്വാസമുണ്ട്? ഇന്ന് ചിലതൊക്കെ സ്ഥാപിതമാകാനാ ദൈവം എന്നെ ഇവിടെ അയച്ചത്. പ്രായപരിധികൾ കൂടാതെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവരിലേക്ക് സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ വാഗൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങളിലുള്ള ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാകുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോവുക. കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ, ഇപ്പോൾ നമ്മൾ ഞാനാകുന്നു എന്നുള്ളത് പറഞ്ഞ് കേട്ടതേ ഉള്ളൂ. കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ പിന്നെ ആരെങ്കിലും ഇവിടെ ബൈബിൾ വായിക്കുന്ന, ഞാൻ കൂടുതൽ മലയാളത്തെക്കാൾ ഇംഗ്ലീഷ് സംസാരിക്കുകയും വാക്യം വായിക്കുകയും ചെയ്യുന്ന ആളാണ്. എന്നാലും മലയാളം നല്ല പരിചയമുണ്ട്. ഇപ്പം മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ഇന്നൊരത്ഭുതം ദൈവയുടെ ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അത് സംഭവിക്കുകയും ചെയ്യും. ആർക്കെങ്കിലും ഈ മൈക്രോഫോണിൽ കൂടെ ഒന്ന് വായിക്കാം, എല്ലാവർക്കും കേൾക്കാമല്ലോ. അപ്പോൾ എനിക്ക് എടുത്തെടുത്ത് പറയണ്ട. അങ്ങനെ ഒരു മൈക്രോ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാം, കോൾലെസ് ഏതെങ്കിലും. ഞാൻ ഇച്ചിരി ശാന്തമായി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. ഭയങ്കര കൊടുങ്കാറ്റടിക്കുന്നതിന് മുമ്പ് വലിയ ശാന്തതയുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? കാർമേഘം എല്ലാം കൂടി ഇങ്ങനെ കൊണ്ട് അടിച്ചു പിടിച്ച് വരും, പെട്ടെന്നൊരു ശാന്തത. അതിൻ്റെ അർത്ഥം ഭയങ്കര മഴ പെയ്യാൻ പോവാന്നാണ്. ദൈവപ്രവൃത്തിക്ക് മുമ്പ് എപ്പോഴും ഒരു ശാന്തതയുണ്ടാവും. അതുകൊണ്ട് വായിക്കുന്ന ആളുടെ കൊടുക്കുക. വായിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. വായിച്ചു. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്തോ ചെയ്യുകയാണെങ്കിൽ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? പറയുന്നത് പറഞ്ഞാല് എന്ത് സംഭവിക്കും? ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ കേട്ടത്? പറഞ്ഞതുപോലെ സംഭവിക്കും. ബ്രദറെ, ലൈവാണോ ഇത്? അറിഞ്ഞത് കാര്യമായി. ഞാനൊരു നടക്കുന്ന പ്രാസംഗികനാണ്. അപ്പോൾ അതറിഞ്ഞത് കാര്യമായി. കാര്യം ഞാൻ വേറൊരു ടൈപ്പ് ചിലപ്പോൾ വല്ലതൊക്കെ പറഞ്ഞെങ്കിലും എന്ത് ചെയ്യും. അതുകൊണ്ട് ഓക്കെ. ഞാൻ പറഞ്ഞതുപോലെ, ആര് പറഞ്ഞതുപോലെ? നിങ്ങൾ നോക്കിയ ബൈബിളിൽ നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറയാം. അവൻ പറഞ്ഞതുപോലെ. അവൻ എന്ന പ്രയോഗം ആരാ? ഈ അവൻ പറഞ്ഞയാള് യേശു അല്ല. അതല്ലേ പറഞ്ഞേ? ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞാൽ അത് സംഭവിക്കും. നമ്മൾ പറയുന്നത് തെറ്റായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നു. നമ്മൾ വിശ്വാസം പറഞ്ഞാൽ പറഞ്ഞതാ സംഭവിക്കുന്ന വിശ്വാസം. നമ്മൾ ഭീതി പറഞ്ഞുകൊണ്ടിരുന്നു. പേടിയാ. പ്രത്യേകിച്ച് സഹോദരിമാർ. ഞാൻ മനഃശാസ്ത്രം പഠിച്ച ഒരാളാണ്. മാനസിക രോഗികൾക്ക് അമേരിക്കയിൽ കുറേ കാര്യം കൗൺസിലിങ്ങും അത് ഇതൊക്കെ ചെയ്തു വന്ന മനുഷ്യനാണ്. എൻ്റെ ഓഫീസിൽ വന്നിട്ടുള്ള 90% പെൺപിള്ളാരും സ്ത്രീകളോടും അവർ പറയും, എന്തെങ്കിലും പറഞ്ഞാൽ പറയും എനിക്ക് പേടിയാ. ഇന്ന് മലയാളികൾ. ഇംഗ്ലീഷുകാരാണെന്ന് പറയും ഐ എം സോ അഫ്രൈഡ്, ഐ ഡോണ്ട് നോ, ഐ എം സോ അഫ്രൈഡ്. നമ്മളിത് പറഞ്ഞ് നമുക്ക് എന്ത് പറ്റുന്നു? പേടിയാവുന്നു. ഇന്ന് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തോടെ, സ്തോത്രം, നിങ്ങൾ പറയുന്നത് സംഭവിക്കുമെന്ന് സംസാരിച്ചാൽ അത് സംഭവിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന സൂത്രം എന്താ വന്നാൽ വിശ്വാസത്തിനൊരു അടിസ്ഥാനമുണ്ട്. ഇപ്പോൾ ഈ പോഡിയം ഇതിനൊരു അടിസ്ഥാനമുണ്ട്. നിങ്ങളിരിക്കുന്ന കസേരയ്ക്കൊരു അടിസ്ഥാനമുണ്ട്. അതിന് 4 കാലില്ല. നിങ്ങളങ്ങനെ ഇരിക്കത്തില്ലേ? ഇരിക്കുമോ? ഇരിക്കാനൊക്കെ ഇല്ല. നിങ്ങൾ താഴെ കിടക്കും.
നമ്മുടെ വിശ്വാസം ചുമ്മാതെ വിശ്വാസം കണ്ണടച്ചുകൊണ്ടേണ്ട വരുന്നു എന്ന് പറയുന്നതല്ല. ബൈബിൾ പറയുന്നത് വിശ്വാസം എന്നതോ എല്ലാവർക്കും ചേർന്ന് പറയാം, ആശിക്കുന്നതിൻ്റെ ഉറപ്പും. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ് ഓഫ് തിങ് ഹോപ്പ് ഫോർ ആൻഡ് ദ എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ, വിച്ച് മീൻസ് ഫെയ്ത്ത് ഹാസ് എ സബ്സ്റ്റൻസ്. എൻ്റെ വിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട്. ഞാൻ ചുമ്മാ അങ്ങ് വിശ്വസിച്ചതല്ല, ആരോ ഏതാണ്ട് പറയുന്നത് കേട്ട് വിശ്വസിച്ചതല്ല. ഒരാൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ നടക്കും, ഞാനിപ്പോൾ പറഞ്ഞു നടക്കും, അപ്പോൾ ഞാൻ അതങ്ങ് വിശ്വസിച്ചു. അങ്ങനല്ലല്ല. വിശ്വാസം എന്നത് വളരെ ആഴമായി പഠിച്ചാൽ അതിനൊരു അടിസ്ഥാനമുണ്ട്. ഞാനൊരു ദൈവ പൈതലാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ ദൈവമക്കളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈ വചനം മാത്രമാണ്. വചനം എന്നോട് പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ശബ്ദത്തിൽ പറ, നിങ്ങൾ അതിൽ കൂടുതൽ വല്ലതും ചെയ്തോ? നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള വിശ്വാസം, അതെന്താ വിശ്വസിക്കുന്നെന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ എനിക്ക് അധികം സമയമില്ല. നിങ്ങളുടെ കുറ്റമല്ല, എൻ്റെ കുറ്റമാണ്. മറ്റേടത്ത് തീർത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരാളല്ല, അപ്പം അത് ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ ഒക്കില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പ്രൈസ് ഓൾ പാസ്റ്റർ, സോ നൈസ് മീറ്റിംഗ് യു, എക്സ്പെക്റ്റഡ് ടു മീറ്റ് യു. കാണണമെന്ന് ആഗ്രഹിച്ചു, പേരും വെച്ചിരുന്ന കണ്ടില്ലല്ലോ, നീ കാണാം. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ആരെങ്കിലും അത് വിശ്വസിച്ചാൽ അതവന് സംഭവിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക കാര്യമായ ആ 22-ാം വാക്യം ഒന്ന് വായിച്ച്, ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ, അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ മതി. ദൈവത്തിൽ ഹാവ് ഫെയ്ത്ത് ഇൻ ഗാഡ്. ഞാനിപ്പോൾ ചോദിക്കുക, ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും. കാര്യം നിങ്ങൾ ഈ സഭാ ഹാളിലേക്ക് വന്നവരല്ലേ, പ്രാർത്ഥനാ സ്ഥലത്ത് വന്നവരല്ലേ, നിങ്ങൾ എന്തോ ദൈവവിശ്വാസത്തോടു കൂടെ തന്നെ വന്നേ. അപ്പോൾ നിങ്ങളെല്ലാം കൈവൊക്കെ പറയും എനിക്ക് വിശ്വാസമുണ്ട്. അത് എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത് ചോദിച്ചാൽ ചിലപ്പം കുറേ പേർക്ക് അത് മനസ്സിലായിട്ടില്ല, എന്തോ ഞാൻ വിശ്വസിക്കുന്നതെന്ന്. വാട്ട് ഈസ് മൈ ഫെയ്ത്ത്? ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ യേശു വന്ന് യെരുശലേമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ യേശുവിന് വിശക്കുന്നു. യേശുവിന് വിശന്നപ്പോൾ ഞാനാണ് വിശന്നാൽ ഞാൻ ഏറ്റവും ക്ലീനായ ഒരു റെസ്റ്റോറൻറ്റ് നോക്കും, ഏറ്റവും നല്ല. ഇന്ന് ഞാനിതിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വെളുപ്പിനെ 4:30 ഞാൻ തിരിച്ചയാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ചായയോ എന്തെങ്കിലും കുടിക്കണമെന്ന് മനസ്സ് വന്നപ്പോൾ ഞാൻ ബ്ലസ്സിനോട് പറഞ്ഞു, നല്ല ക്ലീനായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റോ ബേക്കറിയോ വന്നാൽ മാത്രം നിർത്തണം, അല്ലെ പെട്ടെന്ന് പോയിക്കോളും. യേശുവിന് വിശന്നാലും യേശു ആ സ്വഭാവക്കാരനാണ് എൻ്റെ വിചാരം. കാര്യം ഈ പഴം പോലെ ക്ലീനായിട്ടുള്ളതൊന്നും കിട്ടില്ല. തേങ്ങയാണെങ്കിൽ അതിൻ്റെ വെള്ളവും തേങ്ങയും ക്ലീനാണ്, പൊട്ടിക്കുന്നിടന്മാരെ, ശരിയല്ലേ? അപ്പോൾ യേശു നോക്കുന്നത് എൻ്റെ വിശപ്പടക്കാൻ എന്താ മാർഗം. കാണുന്നതും കടച്ചാതിയൊക്കെ തിന്നുന്നതല്ല വിശപ്പടക്കുന്ന രീതി. വിശപ്പടക്കണമെങ്കിൽ അതിന് ആപ്റ്റായ ഭക്ഷണം നമ്മൾ കഴിക്കണം. അതിനെക്കുറിച്ച് എനിക്ക് പ്രസംഗിക്കാൻ അറിയാം നല്ലോണം, എന്താ കഴിക്കേണ്ടത്. അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ യേശുവിന് വിശന്നു, യേശു ഉണ്ടെന്നും കണ്ട് അങ്ങോട്ട് അടുക്കുന്നുണ്ട്. അതിൻ്റെ അരികെ ചെന്നപ്പം ഒരു ഉണ്ടല്ലോ, ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു പുട്ടിച്ചു പോലുമില്ല, ഒരു ഇച്ചിരി പോലും അതിലുള്ള ഒരു പഴം പോലും ഇല്ല, ഇല മാത്രം. അത് യെരുശലേം ദേവാലയത്തിലേക്ക്. ഇതുപോലെ നമ്മുടെ ആധുനിക ലോകത്തിലെ ഒത്തിരി ദേവാലയങ്ങളും നമ്മളും ദൂരെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ പച്ചയടിച്ച് തഴിച്ച് അടിപൊളിയായിട്ട് നിൽക്കുക. പക്ഷേ അടുത്ത് വരുമ്പോൾ ഒന്നുമില്ല, കയ്യിൽ സ്റ്റോക്കൊന്നുമില്ല. കൈ കൊട്ടുന്നതിനനുസരിച്ച് അകത്ത് തീയില്ല. ഹലോ, വാ വെക്കുന്നതിനകത്ത് അനുസരിച്ച് പവറില്ല. ഈ 42 ഹോഴ്സ് പവർ പിന്നെ മോട്ടർ, ഒരു ഹാഫ് ആൻഡ് ഹോഴ്സ് പവർ മോട്ടറും കൂടെ ഒക്കെ വെച്ച് നോക്കിയാൽ ഈ പവറിനെ കുറിച്ചുള്ള വ്യത്യാസം വരുന്നതനുസരിച്ച് ശബ്ദത്തിൻ്റെ കേന്ദ്രീകരണം നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയാണ് നമ്മളിൽ പലർക്കും ഇന്ന് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം വിശ്വസിക്കുകയാണ്. വിശ്വസിക്കേണ്ടത് വചനമാണ്. അപ്പം ദൈവത്തിന് തൻ്റെ പുത്രനെ ഇവിടെ അയച്ചപ്പോഴുള്ള ലക്ഷ്യത്തിൽ ഈ വൃക്ഷത്തിൽ ഒരു ഫലവുമില്ല. അപ്പോൾ ദൈവം അതിനെ ശപിച്ചു. ചിലർ പറയും ശപിക്കാനൊക്കത്തില്ലെന്ന്. ദൈവദാസന്മാർ ചിലർ ശപിച്ചിട്ടുണ്ട്, ഏറ്റിട്ടുണ്ട്. ദൈവദാസന്മാർ പറഞ്ഞാൽ സംഭവിക്കും, ഇല്ലെന്നൊന്നും പറയത്തില്ല. ശപിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, അനുഗ്രഹിക്കാനാ. അത് പൊക്കോട്ടെ. അപ്പോൾ ഈ അത്തിയേൽ ഒന്നുമില്ലാതായപ്പം എനിക്ക് തോന്നുന്നു കർത്താവ് നമ്മുടെ സ്വഭാവം, ഞാൻ ഇച്ചിരി മുമ്പേ പെട്ടകത്തെക്കുറിച്ച് പ്രസംഗിച്ചേച്ച് വന്നതേ ഉള്ളൂ.
അതാ എൻ്റെ ഒരു പ്രധാന പ്രസംഗ വിഷയം. കർത്താവിനെ ഏൽപ്പിച്ചേക്കുന്നത് ഇവിടെ അത് പ്രസംഗിക്കേണ്ടെന്ന് നടന്നേ ഉള്ളൂ. ഈ പെട്ടകത്തിന് തടി കൊണ്ടുണ്ടാക്കിയ പെട്ടകമാണ്, പക്ഷേ അതിനെ പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുക. ഒരു ശകലം തടിയും കാണാത്ത പോലെ യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ഹലോ, അപ്പോൾ യേശുവിന് വിശക്കാൻ കാര്യം യേശു മനുഷ്യനായതുകൊണ്ടാണ്. വിശന്ന യേശു ഇത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. നമ്മളെത്ര ആത്മാവിലായാലും ചിലപ്പോൾ നമ്മൾ നമ്മുടെ സ്വഭാവം എടുക്കും. ഒരു പാസ്റ്ററായാലും വിശ്വാസിയായാലും, സൂപ്പർ പാസ്റ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കൂട്ടരില്ല, ഉണ്ടെങ്കിൽ അവരായാലും ചിലപ്പോഴൊക്കെ ദേഷ്യമൊക്കെ. അത് ഭാര്യമാരോട് ചോദിച്ചാൽ അവർ സത്യം പറയുമെങ്കിൽ നല്ല പാസ്റ്റർമാരുടെ സ്വഭാവം തിരിച്ചറിയാനൊക്കത്തുള്ളൂ. നല്ല അച്ചായന്മാരുടെ സ്വഭാവം പറഞ്ഞാൽ അവിടെ ഭാര്യമാരോട് ചോദിക്കണം. അവർ പക്ഷേ വീട്ടിൽ പിന്നെ കൂടെ താമസിക്കണമല്ലോ എന്നൊരു സത്യം പറയത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് നിങ്ങളെ നോക്കിയിട്ട് എന്തെങ്കിലും ഫലം നിങ്ങളിലുണ്ടോ എന്നറിയാൻ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ലായെങ്കിൽ ദൈവത്തിന് എന്തോ പറയാനുമുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ പോവാം. അപ്പോൾ ദൈവം പുത്രനായി ക്രിസ്തു വെളിപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ കർത്താവ് പോകുമ്പോൾ പറഞ്ഞേച്ചു പോവുക, നിന്റെ വേര് വരെ കരിഞ്ഞു പൊക്കോട്ടെ, ഇനി ഒരിക്കലും ഈ ഫലം നിന്നിൽ ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. സ്തോത്രം. എന്തൊരു ദുഃഖമായിരുന്നു ഒരു മനുഷ്യനായിരുന്നെങ്കിൽ, ഞാനായിരുന്നെങ്കിൽ, നിങ്ങളായിരുന്നെങ്കിൽ. എന്നാൽ യേശുവിന് പിന്നെ ഉപവാസ പ്രാർത്ഥനയൊന്നും ഡിക്ലെയർ ചെയ്തിട്ടല്ല യേശു പോയി. നമുക്കൊരു 3 ദിവസം ഇരുന്ന് കാത്തിരിപ്പിന്ന് പ്രാർത്ഥിക്കാം. ഞാനൊരു ദൂത് പറഞ്ഞിട്ടുണ്ട്, ഏക്കണേ കർത്താവ് ഇന്ന് വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചില്ല. ഏലിയാവ് അങ്ങനെ പ്രാർത്ഥിച്ചില്ലേ? 6 മാസവും 6 വർഷവും 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ ദിവസവും എന്ന് എൻ്റെ അനുമാനം. ചിലർ അല്ലെന്ന് പറയുന്നു. എന്നാൽ ഒരു കാര്യം, യേശു ഇതൊന്നും ചെയ്തിട്ടില്ല. ശിഷ്യന്മാരും കൂടെ പോയിട്ടുണ്ട്. പുള്ളി പോയച്ച് തിരിച്ചു വരുമ്പോൾ പുള്ളി ഇതിനെ നോട്ട് ചെയ്യുന്നില്ല. യേശു ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു നീ ശപിച്ച് അത്തി. അവിടെ എഴുതിയിട്ടില്ലേ? എനിക്കറിയാം, ഞാനൊരു പഴയ ന്യൂ ജനറേഷൻകാരനാണ്. മുമ്പേ പറഞ്ഞാൽ ആദ്യം വീഴ്ച കേരളത്തിൽ കൊണ്ടുവന്നത് മാവേലിക്കരയിൽ ഞങ്ങളുടെ ശുശ്രൂഷയില്ല. അതുകൊണ്ട് എനിക്ക് ഈ ന്യൂ ജനറേഷൻ സ്റ്റൈൽ നന്നായിട്ട് അറിയാം. അപ്പോൾ തന്നെ ഞാനൊരു ക്ലാസിക്കൽ പെന്റിക്കോസ്റ്റലാണ്, ഷാരോൺ ഫെലോഷിപ്പിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഇപ്പം എനിക്ക് ഈ രണ്ടിടത്തും അറിയാം എങ്ങനെ അതിൻ്റെ ഫ്ലോ എന്ന്. ആ ഫ്ലോ വരുത്താൻ ഞാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ കൂടെ കൂടി, ഞാൻ അഴിഞ്ഞ് വേറൊരു വിഡ്രോവലായപ്പോൾ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതും എനിക്കറിയാം. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുക, യേശുവിന് നല്ല ഉറപ്പാണ്. എൻ്റെ ദൂതിൻ്റെ മെസ്സേജ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പറയുന്നത് പോലെ. ഞാൻ പറഞ്ഞായിരുന്നു, കേട്ടായിരുന്നോ? നിങ്ങൾ താക്കോൽ കിട്ടിയായിരുന്നോ? പറയുന്ന പോലെ സംഭവിക്കും. യേശുവിന് അറിയാം അവൻ പറയുന്ന പോലെ സംഭവിക്കുമെന്ന്. പിന്നെ അവൻ ഉപവാസ പ്രാർത്ഥന എടുക്കണ്ട, കാത്തിരിപ്പ് നടത്തണ്ട, ഒന്നും ചെയ്യണ്ട. ഇറ്റ്സ് എ നോർമൽ പ്രൊസീജിയർ. ഞാനത് വേര് വരെ ഉണങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതുപോലെ സംഭവിക്കും. കാര്യം അവൻ വചനമാണ്. വചനം ദൈവത്തോടു കൂടി ഉണ്ടായിരുന്ന വചനമാണ്, ദൈവമാകുന്ന വചനമാണ്. യെശയ്യാ 55:11 എന്താ പറയുന്നേ? എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത്, വായിച്ചോ, എളുപ്പം വായിച്ചോ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും. മലയാളം വായിച്ചോ. അത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക്. ഇനി കേട്ടോണേ, യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വചനം അത് ദൈവത്തിന്റെ വചനമാണ്. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ. ഒരിക്കൽ ദൈവം പറഞ്ഞാൽ, ഇച്ചിരി മുമ്പേ സിസ്റ്റർ പ്രസംഗിച്ചതിൻ്റെ ഒരു അവസാന ഭാവം ഞാൻ കേട്ടത്, അവനോട് പറഞ്ഞാൽ മതി ഞാനാകുന്നവൻ. അതിൽ കൂടുതലൊന്നും പറയണ്ട. പറയാനുള്ളത് ഒരു പ്രാവശ്യമേ കർത്താവ് പറയത്തുള്ളൂ. ആ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ആവർത്തിച്ചാൽ ഏറ്റവും ബലം കൂടത്തെയുള്ളതിന്. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് പറഞ്ഞത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് നമുക്ക് വിശ്വാസമാകുന്നവരെ വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളിൽ വിശ്വാസമായി കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പിന്നെ അത് നടക്കും. അപ്പൊ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടത് എന്താ? നിങ്ങൾ വായിച്ച് കേട്ടില്ല? അവന്റെ വചനമായിരിക്കും. അത് അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ എന്തോ സംഭവിക്കും? വെറുതെ എൻ്റെ അടുക്കിലേക്ക്. നിങ്ങൾ കേട്ടോ, ഞാൻ പറഞ്ഞില്ല, ഞാൻ മറ്റേ സ്റ്റൈലിൽ പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാനൊക്കാതെ. അത് വെറുതെ എൻ്റെ അരിക്കലേക്ക് ഒരു കല്ലെടുത്തെറിയുന്ന പോലെ. ആ കല്ല് പോയാൽ ആ വഴി അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ കല്ലിന് തിരിച്ചു വരാൻ പവറില്ല. ദൈവത്തിൻ്റെ വചനത്തിനൊരു പവറുണ്ട്. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ അതിന് എന്തിനാ അയച്ചത്? മാങ്ങ തെള്ളി താഴെ ഇട്ടിട്ട് തിരിച്ചു വരാനാണെങ്കിൽ തെള്ളി താഴെ ഇട്ടിട്ട് മാങ്ങായും കൊണ്ട് തിരിച്ചു വരും.
ഒരു മുടന്തനെ എഴുന്നേൽപ്പിക്കാനാണ് ആ വചനം നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതെങ്കിൽ, വചനത്തിലെ വിശ്വാസത്തിലാണ് നീ പറയുന്നതെങ്കിൽ അത് അതുപോലെ സംഭവിക്കും. ഞാൻ ഈ ആദ്യം ഈ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് ഊതി വീഴ്ത്തുക, ഞാൻ ഇവിടെ ചെന്നാൽ ഊതി വീഴ്ത്തുക എന്ന് പറയുന്ന ആ കാലത്തല്ല. എനിക്ക് അതിനെക്കുറിച്ച് ഇന്നും പ്രയാസമൊന്നുമില്ല. പലരും ചോദിക്കും, അച്ഛൻ ഇപ്പോഴും ഊതുവന്ന്. ഞാൻ ആരെയും ഊതിയിട്ടില്ല, ഒരുത്തരെ ഊതത്തുമില്ല പിള്ളേർ പറയുന്ന പോലെ. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, പറഞ്ഞാൽ സംഭവിക്കും. ഒരിക്കൽ ഞാൻ പ്രൈസ് സെൻ്ററിൽ 21 ദിവസം ഉപവാസത്തിൽ 18ാമത്തെ ദിവസം ഒരമ്മയെ വീൽ ചെയറിൽ കൊണ്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നു. ദൈവം എന്നോട് പറഞ്ഞു, ഈ അമ്മ എഴുന്നേക്കും, നീ തൊടല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ പരസ്യമായിട്ട് പറയാൻ. എനിക്കൊരു പേടി, അമ്മ എഴുന്നേറ്റില്ലല്ലോ. ആത്മാവിനോട് ശക്തിയായിട്ട് പറയാം, നീ പറഞ്ഞാൽ മതി, ഈ അമ്മ എഴുന്നേൽക്കും. ആറ്റുപുറത്ത് തിരുമേനിയുടെ കൊച്ചമ്മയാണ്. അമ്മയുടെ മക്കളെല്ലാം വന്ന് അവിടെ ചുറ്റുമിരിപ്പുണ്ട്. അവർ ഈ അമ്മയോട് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറയാം. അമ്മച്ചി എന്നെ മോനെ എന്നാണ് വിളിക്കുന്നത്. എനിക്കറിയാവുന്ന അമ്മച്ചി. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്ന അമ്മച്ചിയെ തുടരുത്. അമ്മച്ചിയുടെ മക്കൾ വന്ന് പ്രാർത്ഥിക്കും, കയ്യെ പിടിക്കും, എഴുന്നേക്കുമെന്ന് പറഞ്ഞു. സ്ട്രാപ്പ് ചെയ്തിരുന്ന അമ്മച്ചിയെ അവർ പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ അമ്മച്ചി എഴുന്നേറ്റ് നിന്നു. ഫിന്നി ജേക്കബിൻ്റെ അത്ഭുതമല്ല, പിള്ളേരുടെ അത്ഭുതമല്ല, വിശ്വാസത്തോട് പറയുന്ന വാക്കിൻ്റെ, വചനത്തിൻ്റെ ശക്തിയാണ്. അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവം. അത് ദൈവമാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവും ദൈവം തന്നെ. ആ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് വാക്കുകൊണ്ടാ പറഞ്ഞേ, അല്ലാതെ ലാംഗ്യം കാണിച്ചോ, അല്ലെ എന്തേലും മനുഷ്യനെ ഉണ്ടാക്കി പോലെ കുഴച്ച് വെച്ചേച്ച് ഇതാകട്ടെ എന്ന് പറഞ്ഞു. വാക്കുകൾക്ക് ഭയങ്കര പവറാണ്. ജീവന്റെയും മരണത്തിൻ്റെയും അധികാരം നാവിലെടുപ്പുണ്ട്. ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നിലുണ്ടാകുന്ന അധികാരത്തിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായിരിക്കും. ദൈവം പറയുന്നത് ഞാൻ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അതിനിൽ വിശ്വാസമാകും. വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നേ? ഉണ്ടോ വിശ്വാസം? ഞാൻ പറഞ്ഞല്ലേ, സ്റ്റൈൽ മാറ്റം വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് പിടികിട്ടാതെ. വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നേ? കേൾവിയല്ല ഉണ്ടാകുന്നേ. കേൾപ്പിച്ചോണ്ടിരുന്നാൽ മതി, വിശ്വാസമാകും. പറഞ്ഞുകൊണ്ടിരിക്കണം, കേട്ടോണ്ടിരിക്കണം, കേട്ടോണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം, കേട്ടോണ്ടിരിക്കണം. നമുക്കതിന് നേരമില്ല. എന്നാൽ ഇന്ന് കർത്താവ് പറയുക, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ് നീ കേൾക്കുന്നതെങ്കിൽ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ് നീ പറയുന്നതെങ്കിൽ പറയുന്ന പോലെ നടക്കും. 23-ാം വാക്യം വളരെ ശക്തമായി പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ, ഹൃദയമുള്ളവർക്കായി സ്തോത്രം, ഹൃദയമില്ലാത്തവരാരും ഇവിടെ ഇല്ല. നിങ്ങളുടെ ഹൃദയം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ശവപ്പെട്ട് കണ്ടേനെ, അല്ലെ വെള്ളത്തുണി മണ്ടയ്ക്ക് കിടന്നേനെ. എന്നാൽ ഇന്ന് ഞാൻ പറയാം, ആ ഹൃദയമല്ല, അതിനപ്പുറത്തുള്ള ഹൃദയമുണ്ട്. പറയാൻ സമയമില്ലല്ലോ, വിവരിക്കാനും. മറക്കല്ലേ, ആരെങ്കിലും തൻ്റെ ആത്മാവിൽ, തൻ്റെ അന്തരംഗത്തിൽ, തൻ്റെ ഹൃദയത്തിൽ, ഇൻ ദ ഇൻഡർമോസ്റ്റ് ബീയിങ് ഓഫ് യു, സ്തോത്രം സ്തോത്രം, സംശയിക്കാതെ, സമയം നോക്കിയാവുന്നതുകൊണ്ട് ക്വിക്കായിട്ട് പോകണം, സംശയിക്കാതെ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബൈബിളിൽ ഇരിപ്പുണ്ടെന്ന് നോക്കി എന്തോ ചെയ്യും? സംഭവിക്കും, സംഭവിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഇന്ന് പകൽക്കാലം ഏതോ ഇമ്മൂവബിളായിട്ടുള്ള, മാറാത്ത ഏതോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടത് വിശ്വാസത്തോടുകൂടിയ വാക്കുകളാണ്. 35 വയസ്സുള്ളപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗം പിടിച്ച ആളായിരുന്നു ഞാൻ. എൻ്റെ അപ്പന്, എൻ്റെ വലിയപ്പന്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ വീട്ടുകാർക്കെല്ലാം ഉണ്ട്. എൻ്റെ അനിയനും പെങ്ങളും ഉള്ളവർക്കും എല്ലാം ഉണ്ട്. 35-ാമത്തെ വയസ്സിൽ എനിക്ക് അമേരിക്കയിൽ ജീവിക്കുമ്പോൾ ഐസ്ക്രീമും ഇങ്ങനെ വേണ്ട ഒത്തിരി കേക്കും ആവശ്യമില്ല, എല്ലാം ഷുഗർ. ബ്ലസ്സിനെ അല്ല എൻ്റെ ഫോൺ, നിങ്ങളെ വേണേ എൻ്റെ ഫോൺ, ഇന്നലെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എൻ്റെ റിസൾട്ട് വന്നത് കാണിക്കാം. കഴിഞ്ഞ 37 വർഷമായി പാസ്റ്ററെ എൻ്റെ ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗം സൗഖ്യമായി. ഇന്നലെ എടുത്തപ്പോഴും 99ആണ് ഫാസ്റ്റിംഗ് ഷുഗർ. ലോകവ്യാപകമായി അനേകരോട് ഞാൻ ഈ സാക്ഷ്യം പറയും. എൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാൻക്രിയാസിൽ നിന്ന് 300 ഉണ്ടായിരുന്ന കാലഘട്ടം
മാവേലിക്കരയിൽ ഒരു ഡോക്ടർ സദാശിവൻ എന്നായിരുന്നു പേര്. അദ്ദേഹം പറഞ്ഞു എന്നോട്, പാസ്റ്റർ, യു വിൽ ബി എ ഡയബറ്റിക് ഓൾ ഇൻ യുവർ ലൈഫ്. പണ്ടത്തെ ചിന്തയാ, ഒരിക്കൽ നീ ഡയബറ്റിക് ആണോ എന്ന് നീ ആരോഗ്യമായിരിക്കുമെന്നാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, ഐ ഡിക്ലെയർ, ഞാൻ ജീവനോടിരുന്ന അവൻ്റെ പ്രവൃത്തിയെ പറയാൻ എൻ്റെ നാവ് തുനിഞ്ഞപ്പോൾ എപ്പോഴാ സംഭവിച്ചെന്ന് പറയാൻ വയ്യാതെ വേണം എൻ്റെ പാൻക്രിയാസ് ഇൻ ഓർഡർ. പറഞ്ഞുകൊണ്ടിരിക്കണം. എങ്ങനെ പറയണം? സംശയിക്കാതെ പറയണം. സംശയിക്കാതെ പറയണം. ചിലത് പറയാൻ നിങ്ങൾ റെഡിയാകാത്തത് കൊണ്ടാണ്. പേടിയാ പറയാൻ, സംശയമാ പറയാൻ. ഞാൻ ചെറിയ ആലോചന നിങ്ങളോട് പറയുക. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ മലയോട് പോകാൻ പറഞ്ഞാൽ പോകും. എൻ്റെ വൈഫ് ശാരീരിക അസ്വസ്ഥതകൾ എന്ന് പറയുമ്പോൾ അങ്ങ് ദീനമായി കിടക്കുകയൊന്നുമല്ല. ഒരു നേർവിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിട്ട് വാ വിളിച്ച് വർത്തമാനം പറയാത്തൊരു സ്ഥിതിയുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസത്തോട് ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അത് മടങ്ങി വരുമെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് ഒത്തിരി ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഈ പ്രൊഫഷനൊക്കെ ഉള്ള ആളായിരുന്നതുകൊണ്ട് മാവേലിക്കരയിലെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ തന്നെ റെക്കമെൻഡ് ചെയ്ത് 2 ഡോക്ടേഴ്സിനെ അവിടെ യൂട്രസ് കാണിച്ചു. ഷി ഹാസ് പ്രോബ്ലംസ്. 2 കൂട്ടരും പറഞ്ഞു, സാമാന്യ ആൻറ്റി തിങ്കളാഴ്ച വന്നാൽ മതി, ഞങ്ങൾ റെഡിയാക്കി തന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിലെ ഒരു ഓർഗൻ മുറിച്ച് മാറ്റി കുഴിച്ചിടാനോ തീ വെക്കാനോ ഒന്നും ഇവർക്കൊന്നും ഒരു വിഷമവും ഇല്ല. അവരുടേത് അവർ ചെയ്യത്തില്ലെന്നേ ഉള്ളൂ. അവർക്കെന്തുവാ? അവർക്ക് കാശ് കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അങ്ങേര് പറഞ്ഞത് ഞാൻ കേട്ടു, ഒരു കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നില്ല നിൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന്. വേറൊരാളെ കാണാൻ, 3rd കൺസൾട്ടൻറ്റ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ ലൂസി എന്ന് പറയുന്ന CSIയിൽ ഒരു ഡോക്ടറെ സൗമിനി പോയി കണ്ടു. ഓൾഡർ ഡോക്ടറാണ്. സൗമിനിയുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുള്ളതും അനേകർക്ക് ചെയ്തിട്ടുള്ളതും. ഡോക്ടർ സൗമിനിയോട് ചോദിച്ചു, എന്തിൽ ലജ്ജ വഹിക്കണം നമ്മൾ? സൗമിനിയോട് ചോദിച്ചു, സൗമിനി എന്തിനാ എന്നെ കാണാൻ വന്ന്? ഇത്രയും അത്ഭുതങ്ങൾ നിൻ്റെ കൈകൊണ്ട് ദൈവം ചെയ്തിട്ടും നീ വേറെ അത്ഭുതങ്ങൾ കണ്ടിട്ടും ഇപ്പോൾ എന്നെ കാണാൻ വന്നതിൽ അർത്ഥമൊന്നുമില്ലെന്ന്, നീ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുഞ്ഞെന്ന് പറഞ്ഞു. ഒരു CSI ഡോക്ടർ അത്ഭുതങ്ങൾക്ക് ദൈവം വഹിക്കുന്ന ഒരു സ്പിരിറ്റ്ഫുൾ അഭിഷേകമുള്ള ഒരു ദൈവദാസിയോട് പറയുക. സൗമിനി പറഞ്ഞ് സ്കാൻ ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. സ്കാൻ ചെയ്തിട്ട് പോയി 6 മാസം പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. സഭയിലുള്ളവരും സൗമിനി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു. എത്ര വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാലും അടുത്ത സ്കാനിങ് 6 മാസം വരുന്നു. അതിൻ്റെ തലേ ദിവസമാകുമ്പം ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടല്ല വല്ലവരും പറയാനൊക്കെ, അച്ഛാ പ്രാർത്ഥിച്ചോണേ, അച്ഛാ പ്രാർത്ഥിച്ചോണേ. രാവിലെ ഞാൻ 9 മണിക്ക് പോയി എനിക്ക് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞാൽ ഇത് അവിടെ തന്നെ കാണും. അതേ അവസരത്തിൽ നീ വിശ്വാസത്തോടെ സ്കാൻ ചെയ്യാൻ പോകുന്നത് സൗഖ്യത്തിൻ്റെ സാക്ഷ്യത്തിനാണെന്ന് വിശ്വാസത്തോടെ വചനമേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, ഞാൻ നിന്നെ സകല കുഴിയിൽ നിന്നും വിടുവിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവ് തൻ്റെ വചനത്തിൽ പറഞ്ഞത് വാക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് പോകാൻ പറഞ്ഞു. നീ ഇത് പറഞ്ഞുകൊണ്ട് പോകണം. ഞാൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, വ്യാധികളെ നിൻ്റെ ഇടയിൽ നിന്ന് ദൂരത്താക്കും, ഗർഭ മത്സ്യങ്ങളും മത്സ്യയും നിൻ്റെ ദേശത്തുണ്ടാകുകയില്ല, ഞാൻ നിൻ്റെ ജീവകാലമൊക്കെയും പൂർത്തിയാക്കും. ഇത് നമുക്ക് വേണ്ടതാണോ വേണ്ടാതാണോ? ഞാൻ 120 വർഷം ജീവിക്കാൻ പ്രതീക്ഷയോട് കഴിയുന്നയാളാണ്. ആളുകൾ എന്നെ കളിയാക്കും, നാളെ മരിച്ചാലും എനിക്ക് പ്രയാസമൊന്നുമില്ല. എനിക്കൊരു പ്രതീക്ഷയുണ്ട്. 70-80 ഒന്നും അല്ല എനിക്ക് വെച്ചേക്കുന്നേ. മനുഷ്യൻ്റെ ആയുസ് എത്ര സംവത്സരമാണെന്നറിയാവോ? 120 സംവത്സരമാണ്. അതിനു മുമ്പ് ദൈവത്തിനെ വിളിച്ചോട്ടെ. എനിക്ക് അപ്പൂപ്പനായിട്ടൊന്നും കഴിഞ്ഞു. ഇപ്പോഴും ഈ പ്രായത്തിൽ ഞാൻ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യുന്നേ. ഞാൻ അധികാരിയാണ്, ഞാൻ അവകാശിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക, ശാരീരിക രോഗബന്ധനങ്ങളുള്ളവരോട് പറയുക, വാക്യങ്ങൾ സൗഖ്യത്തിൻ്റെ വായിക്കണം. ഇന്നൊരു അത്ഭുത ദിവസമാണ്. ഒത്തിരി പ്രസംഗിച്ചിട്ടൊന്നും ആവശ്യമില്ല, ഒത്തിരി പറഞ്ഞിട്ടും ആവശ്യമില്ല. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ ബലഘടകതല അന്ധകാര മണ്ഡലങ്ങളെ പൈശാചിക ജഗത ഗൽദല അഴിയൻ രോഗാത്മാക്കളോട് I decree right now by the power of God, every demonic attack, എല്ലാ ഭൂതാത്മാക്കളും എല്ലാ രോഗാത്മാക്കളും എല്ലാ മാനസിക തകർച്ചകളും വിശ്വാസത്തോടെ ഞങ്ങൾ കടന്നു വരികയാണ്. നൈരാശ്യ ബോധത്തിലോ സ്വഭാവ ദോഷത്തിലോ ഇന്ന് കെട്ടിക്കിടക്കുന്ന ആരെല്ലാം എവിടെയെല്ലാം ഇരിക്കുന്നുവോ അവരുടെ മേൽ അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ ഇവർ സംസാരിക്കുമ്പോൾ expel them
എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, മാരകമായത് കുടിച്ചാൽ ഹാനി വരികയില്ല. വിശ്വാസമുള്ളവര് സ്തുതിച്ചോണ്ടിരിക്കണം. ഞാൻ നിനക്ക് ആരോഗ്യവും രോഗശാന്തിയും സമാധാന സമൃദ്ധിയും വരുത്തുമെന്ന് പറഞ്ഞത് ഞാൻ ഏറ്റുപറയുക. നീ താഴ്ചയല്ല, ഉയർച്ചയാ പ്രാപിക്കുന്നത്. നീ കടം വാങ്ങുകയല്ല, നീ കൊടുക്കുകയാണ്. നീ പറയുന്ന പോലെ സംഭവിക്കും. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ചിലത് പറഞ്ഞേ. മക്കളില്ലാത്തവര് മക്കളെ, ആൺകുട്ടിയെങ്കിൽ ആൺകുട്ടി, പെൺകുട്ടിയെങ്കിൽ പെൺകുട്ടി വിളിച്ചു പറയാൻ ധൈര്യപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവവേദനെ നിനക്ക് ഇന്നൊരു അത്ഭുതമുണ്ട്. ഞാൻ കാണുന്നത് ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുകയാണ്. ഒരത്ഭുതവും ആരും കണ്ടല്ല നടക്കുന്നത്. കാണാത്തത് ചിലത് സംഭവിക്കുന്നു. ആത്മമണ്ഡലത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ചില പാൻക്രിയാസുകൾ, ഡയബറ്റീസ് കേസുകൾ, പാൻക്രിയാസുകൾ, പുത്തൻ പാൻക്രിയാസുകൾ, ക്രിയേറ്റീവ് മിറക്കിൾസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ തീരുമാനിച്ചു വന്നതല്ല, ആരും തീരുമാനിച്ചു വന്നല്ല പറയാൻ ഇവർക്ക് തീരുമാനം ഉണ്ടായിട്ട് എനിക്ക് വരാനൊത്തത്. എന്നാൽ ദൈവം തീരുമാനിച്ചിട്ടാ അവർക്കും തീരുമാനിക്കാനൊത്തത്. ദൈവം തീരുമാനിച്ച ഈ പകൽക്കാലം നിന്റെ അത്ഭുതവും ദൈവം തീരുമാനിച്ചു. നിന്റെ അത്ഭുതം ഇന്ന് തീരുമാനിച്ചു. ഏത് വലിയ രോഗമായാലും, ഏത് വലിയ പ്രോബ്ലം ആയാലും നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കും. വരട്ടെ, ഓരോന്നാ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. രോഗത്തോട് പറ, ഇനിയും നിനക്ക് എന്റെ മേൽ അധികാരമില്ല, അവകാശമില്ല. സാത്താനെ, നിനക്കോ നിന്റെ വാഴ്ചക്കോ നിന്റെ അധികാരത്തിനോ പരമ്പരാഗതമായുള്ള എന്റെ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് എന്റെ രക്തത്തിലൂടെ പകർന്ന യാതൊരു രോഗശക്തിയും ശബ്ദത്തിൽ പറ, ഞാനൊരു ജയാളിയാണ്, ഞാൻ ജയാളിയാണ്. കർത്താവേ, നിന്റെ പദ്ധതി പ്രകാരം, നിന്റെ പ്ലാനിൻ പ്രകാരം ലഭിച്ച ഈ അവസരത്തിൽ ചെറിയ ചിന്തകൾ മാത്രം പങ്കിടുവാൻ അവിടുന്ന് കൃപ ചെയ്യുമ്പോൾ, നീ അടിയനോട് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നെങ്കിൽ, ഇന്നും നടക്കുന്നെങ്കിൽ ഈ ജനത്തിനും അതുപോലെ സംഭവിക്കും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അബ്രഹാം തൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ കണ്ട പോലെ ഇന്നു ചിലർ എഴുതി തള്ളിയതിനെ തിരിച്ചു പ്രാപിക്കട്ടെ. മരിച്ചത് ജീവിച്ചെഴുന്നേൽക്കട്ടെ. മരിച്ചത് ഗർഭപാത്രമെങ്കിൽ അത് ജീവിക്കട്ടെ. മരിച്ചത് അസ്ഥിയെങ്കിൽ അത് ജീവിക്കട്ടെ. ക്യാൻസർ, I command you go. അഹങ്കാരത്തിന്റെ പൈശാചികത്വത്തെ യേശുവിന്റെ നാമത്തിൽ, അഹങ്കാരത്തിന്റെ ആക്രോശങ്ങളെ ഭവന മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം I decree with the power of God, with an anointing of the Lord. ഈ ജനത്തിന്റെ ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. ഈ അവസരം അങ്ങ് തന്നതിന് ദൈവദാസനോടും കുടുംബത്തോടും ദൈവസഭയോടും എല്ലാറ്റിലുപരി അങ്ങയോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞാടി എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവ്, ഈ ജനത്തെ അനുഗ്രഹിക്കണം, വളർത്തണം, വർദ്ധിപ്പിക്കണം. ദേശത്ത് അവർ പന്തലിച്ച് വളരട്ടെ. നിന്റെ നാമത്തിൽ I declare that right now and let it be in Jesus name. Amen. Amen. ലഭിച്ച അവസരത്തിന് നന്ദി. നിങ്ങളുടെ വിടുതൽ
ഞാനല്ല അറിയണ്ടേ, അറിയേണ്ടത് ജനം, പുറത്തുള്ളവർ. അവരോട് സാക്ഷ്യം പറയണം. വിശ്വസിച്ചവരിൽ ഇന്നൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.